വനിതാ കമ്മീഷൻ സിറ്റിംഗിൽ ഇടുക്കിയിൽ 8 പരാതികളിൽ തീർപ്പ്. 32 പരാതികളാണ് ആകെ ലഭിച്ചത്. ഗാർഹിക പ്രശ്നങ്ങൾ, തൊഴിൽ ചെയ്തിട്ടും കൂലി നൽകാത്തത് തുടങ്ങിയ പരാതികളാണ് കമ്മീഷന്റെ മുൻപിൽ പ്രധാനമായും എത്തിയതെന്ന് കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു. വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവിയുടെ നേതൃത്വത്തിലാണ് സിറ്റിംഗ് നടന്നത്. 32 പരാതികളാണ് പരിഗണനയ്ക്കെത്തിയത്. 8 എണ്ണം തീർപ്പാക്കി, 2 എണ്ണം പോലീസിന്റെ റിപ്പോർട്ടിനായി അയച്ചു. മറ്റൊരു പരാതി ലീഗൽ സർവീസ് അതോറിറ്റിയുടെ റിപ്പോർട്ടും അയച്ചു. മറ്റൊരു പരാതി റവന്യൂ വകുപ്പിന്റെ പരിഗണനയ്ക്കാണ് അയച്ചിട്ടുള്ളത്. അടുത്ത സിറ്റിംഗിൽ 20 പരാതി പരിഗണിക്കുമെന്ന് കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു. കമ്മീഷന്റെ മുമ്പാകെ ഇന്ന് ഇടുക്കി ജില്ലയിൽ നിന്ന് വന്നിട്ടുള്ള പരാതികളിൽ ഗാർഹിക ചുറ്റുപാടുകളിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്വരച്ചേർച്ച ഇല്ലാതായതിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ള തർക്കങ്ങൾ കമ്മീഷന്റെ മുമ്പാകെ വന്നിട്ടുണ്ട്. വർഷങ്ങളോളം ജോലി ചെയ്തിട്ട് കൂലി നൽകാതെ 2 അമ്മയെയും അതുപോലെ ഒരു മകളെയും വർഷങ്ങളായി കൂലി നൽകാതെ ഒരു എസ്റ്റേറ്റിൽ ജോലി ചെയ്യിപ്പിച്ച് പണം കൊടുക്കാത്തതിൻ്റെ പേരിൽ തങ്ങളെ ചൂഷണത്തിന് വിധേയരായി എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരാതിയുണ്ട്. അതോടൊപ്പം ഗാർഹിക ചുറ്റുപാടുകളിൽ നടക്കുന്ന പീഡനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള പരാതിയുണ്ട്. ഗാർഹിക പ്രശ്നങ്ങളാണ് പരാതികളായി എത്തിയവയിൽ ഏറെയും. ഒരു സ്ത്രീയെയും മകളെയും വർഷങ്ങളോളം ജോലി ചെയ്യിച്ചിട്ട് കൂലി നൽകിയില്ല എന്ന പരാതിയും കമ്മീഷന്റെ പരിഗണനയ്ക്ക് എത്തിയിട്ടുണ്ട്. ഇരട്ടയാറിൽ അതിജീവിത ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവം കമ്മീഷൻ സ്വമേധയാ പരിഗണനയ്ക്കെടുത്തതായും അധ്യക്ഷ പറഞ്ഞു. വനിതാ കമ്മീഷൻ അംഗം എലിസബത്ത് മാമൻ മത്തായി, CI ജോസ് കുര്യൻ, വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ, കൗൺസിലർ എന്നിവരാണ് സിറ്റിംഗിൽ പങ്കെടുത്തവർ.